ഇമാം സുയൂത്തി ജന്മദിനത്തെ കുറിച്ച് ആഴത്തിൽ പഠിച്ചു എന്ന് സുന്നത്ത് മാസികയാ പഠിക്കുന്നത് പറയുന്നത്. ആഴത്തിൽ പഠിച്ചിട്ടും ഖുർആൻ കൊണ്ട് തെളിവ് ധരിച്ചില്ല, ഹദീസ് കൊണ്ട് തെളിവ് ധരിച്ചില്ല. 3 നൂറ്റാണ്ട് കഴിഞ്ഞ് സഹാബികളും താബീങ്ങളും താബീങ്ങളും കഴിഞ്ഞ് 6-ാം നൂറ്റാണ്ടിലാണത്രേ സുയൂത്തിക്ക് പോലും ആഴത്തിൽ പഠിച്ചിട്ട് 6-ാം നൂറ്റാണ്ടിനപ്പുറത്തുള്ളവർ ചെയ്തിട്ടില്ലെന്ന് പറയുന്നു. നബിദിനം എന്ന് തുടങ്ങി, സുബൈ നിസ്കാരം എന്ന് തുടങ്ങി എന്ന് ചോദിച്ചാൽ 6-ാം നൂറ്റാണ്ടിൽ എന്ന് കസ്തല്ലാനി പറയുമോ? നബിയെ സ്നേഹിക്കൽ 6-ാം നൂറ്റാണ്ടിലാണ് തുടങ്ങിയത് എന്ന് ഇബ്നു ഹജർ അസ്കലാനി പറയുമോ? ഇമാം സുയൂത്തി പറയുമോ? കാരണം അത് പ്രമാണമാണ്. ഖുർആനിലുണ്ട്, സുന്നത്തിലുണ്ട്. ഹജ്ജ് തുടങ്ങിയത് 6-ാം നൂറ്റാണ്ടിലാണോ? ഉംറ തുടങ്ങിയത് 6-ാം നൂറ്റാണ്ടിലാണോ? സക്കാത്ത് തുടങ്ങിയത് 6-ാം നൂറ്റാണ്ടിലാണോ? ളുഹ്ർ തുടങ്ങിയ 6-ാം നൂറ്റാണ്ടിലാണോ? 2 പെരുന്നാൾ തുടങ്ങിയ 6-ാം നൂറ്റാണ്ടിലാണോ? അല്ല അല്ല അല്ല. ഖുർആൻ കൊണ്ട് സുന്നത്ത് കൊണ്ട് തെളിവ് കൊണ്ട് നമുക്ക് തെളിയിക്കാൻ സാധിക്കും. പക്ഷേ നബിദിനത്തെ കുറിച്ച് ഞങ്ങൾ പറയുന്നത് 6-ാം നൂറ്റാണ്ടിൽ തുടങ്ങിയെന്ന് നിങ്ങൾ പോലും പറയുന്നു. ഇതാണ് വിഷയം. ഞങ്ങളുടെ വിഷയം നബിയെ സ്നേഹിക്കണോ വേണ്ടെന്നല്ല. നബിയെ സ്നേഹിക്കുന്നത് ജന്മദിനത്തിലൂടെയാണെങ്കിൽ 6 നൂറ്റാണ്ട് വരെയുള്ള സഹാബികൾ, താബികൾ നബിയെ സ്നേഹിച്ചിട്ടില്ലെന്ന് പറയാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ? ലോകത്തിന്റെ ഗ്രാമങ്ങളിൽ, പട്ടണങ്ങളിൽ, നഗരങ്ങളിൽ, യൂറോപ്യൻ രാജ്യങ്ങളിൽ പിടിച്ചുകുലുക്കി മനുഷ്യന്റെ മനസ്സ് കടന്നുപോയ അല്ലാഹുവിന്റെ ഖുർആനും അതിന്റെ വിശദീകരണമായ റസൂലുള്ളാഹിന്റെ സുന്നത്തുമല്ലാതെ ഞങ്ങളുടെ കയ്യിൽ മറ്റൊരായുധമില്ല. അപ്പൊ നിങ്ങൾ ആലോചിക്ക്, ആഴത്തിൽ പഠിച്ചു നബിദിനത്തെ കുറിച്ച് 6-ാം നൂറ്റാണ്ടിലേ ഉള്ളൂ, അപ്പുറത്തേക്കില്ല.